ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين. صدق الله العظيم. إنما الأعمال بالنيات وإنما لامرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന സാരോപദേശങ്ങളുടെ വിശദാംശങ്ങളായിരുന്നു നാം ചർച്ച ചെയ്യുന്നത്. 9 ഉപദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിലൂടെ സത്യവിശ്വാസികളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. അതിൽ 8 ഉപദേശങ്ങൾ 8 ആഴ്ചകളിലായി നമ്മൾ ചർച്ച ചെയ്തു. ഇനി 9ാമത്തെ ഉപദേശം വബി അഹദില്ലാഹി ഔഫു. അല്ലാഹുവിനോട് ചെയ്ത കരാറുകളെ കൃത്യമായി നിങ്ങൾ പാലിക്കണം, പൂർത്തീകരിക്കണം. കരാറ് പാലിക്കുന്നതിന്റെ ധാരാളം നേട്ടങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു അറിയിക്കുന്നുണ്ട്. അല്ലാഹു അവന്റെ ശരിയായ സത്യവിശ്വാസികളുടെ അടയാളമായി സൂറത്തുൽ മുഅ്മിനീനിലൂടെ അറിയിക്കുന്നത് വല്ലദീന ഹും ലി അമാനാതിഹിം വ അഹ്ദിഹിം റാഊൻ. അല്ലാഹുവിന്റെ സച്ചരിതായ മുസ്ലിമീങ്ങൾ, യഥാർത്ഥ മുഅ്മിനീങ്ങൾ അമാനത്തുകളെയും കരാറുകളെയും സൂക്ഷിക്കുന്നവരാണ്. ആരോടെങ്കിലും എന്തെങ്കിലും കരാറുകൾ, വാഗ്ദാനങ്ങൾ ചെയ്യുക, അതിനെ ലാഘവത്തോടുകൂടി കാണുക എന്നത് അനിസ്ലാമികമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് റഅദിൽ ആരാണ് ബുദ്ധിമാന്മാർ എന്ന് വിവരിക്കുന്നുണ്ട്. أفمن يعلم أنما أنزل إليك من ربك الحق كمن هو أعمى إنما يتذكر أولو الألباب الذين يوفون بعهد الله ولا ينقضون الميثاق أفمن يعلم أنما أنزل إليك من ربك الحق. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിൽ നിന്ന് അവതീർണമായ സത്യസന്ധമായ വേദഗ്രന്ഥമാണ് എന്ന് അറിയുന്നവരാണോ? കമൻ ഹുവ അഅമ, അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത അന്ധന്മാരെ പോലെയാണോ? ഒരിക്കലുമല്ല. എന്നിട്ട് അല്ലാഹു പറയാണ് ഇന്നമാ യതദക്കറുൽ അൽബാബ്, ബുദ്ധിയുള്ളവരാണ് ഉത്ബോധനം സിദ്ധിക്കുന്നവർ. ബുദ്ധിയുള്ളവര് എന്ന് നമ്മൾ ധരിക്കുന്നത് ജനങ്ങളെ കബളിപ്പിച്ച് തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ പൂർത്തിയാക്കുന്നയാള്. അയാൾ വലിയ സമർത്ഥനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആരോടെങ്കിലും എന്തെങ്കിലും കരാറ് ചെയ്തു, ആ കരാറിൽ നിന്ന് ഒഴിഞ്ഞു മാറി അയാളെ കുറിച്ച് ഭയങ്കര തന്ത്രശാലി എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ഖുർആൻ പറയുന്നു അയാൾ ബുദ്ധിശൂന്യനാണ്, തന്ത്രമില്ലാത്തയാളാണ്.
യഥാർത്ഥ ബുദ്ധിമാന്റെ 8 അടയാളങ്ങൾ പറഞ്ഞപ്പോ ആദ്യം അല്ലാഹു പറഞ്ഞത് അല്ലദീന യൂഫൂന ബിഅഹദില്ലാഹ്, അല്ലാഹുവിന്റെ കരാറുകളെ അവർ പൂർത്തീകരിക്കുന്നവരാണ്. വലാ യൻഖുദൂനൽ മീസാഖ്, അവര് കരാറുകളെ പൊട്ടിച്ചു കളയുന്നവരല്ല. ഇപ്പൊ കരാറ് പാലിക്കൽ, വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കൽ ഇസ്ലാമിന്റെ മർമ്മപ്രധാനമായ ഒരു തത്വമാണ്. ശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ നിങ്ങൾ കരാറ് പാലിക്കണം, നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്ത വാഗ്ദാനങ്ങളെ നിറവേറ്റണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്താണ് അള്ളാഹുവിനോട് നാം ചെയ്ത കരാറ്, എന്താണ് അള്ളാഹിനോട് നാം പാലിക്കേണ്ട വാഗ്ദാനങ്ങൾ? യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ മുഴുവൻ നിയമങ്ങളും അനുശാസിക്കാം, അനുവർത്തിക്കാം, അനുസരിക്കാം എന്ന് അള്ളാഹുവിനോട് നമ്മൾ കരാർ ചെയ്തവരാണ്. എവിടെ വെച്ചാ കരാറ് നടന്നത്? ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ഒരു ലോകം. നമുക്കാർക്കും ഇന്ന് ഓർമ്മയില്ല എങ്കിലും ധാരാളം കാര്യങ്ങൾ പണ്ട് കാലത്ത് നാം ചെയ്തത് നമുക്ക് ഓർമ്മയില്ല, പക്ഷെ നാം നിഷേധിക്കുന്നില്ല. ഉമ്മായുടെ ഉദരത്തിൽ ഗർഭാശയത്തിൽ 9 മാസ കാലയളവ് നാം താമസിച്ചു. നമ്മൾ ആരും അതിനെ നിഷേധിക്കാറില്ല, പക്ഷെ ആ കാലത്തെ കുറിച്ച് നമുക്ക് ഓർമ്മയില്ല. എന്നാൽ ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ സമ്പ്രദായങ്ങൾ അതിനെക്കുറിച്ചുള്ള വിവരം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇതുപോലെ ഇതിനേക്കാൾ മുമ്പ് കഴിഞ്ഞു പോയ ആലമുൽ അർവാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യ സമൂഹത്തിനെയും ഒരുമിച്ച് കൂട്ടിയ ഒരു ലോകം. ആ ലോകത്തെ കുറിച്ച് അല്ലാഹു പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യരെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ അവിടെ വെച്ച് അല്ലാഹുവിനോട് ചെയ്ത കരാറാണ്. അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിക്കാം, അവന്റെ റുബൂബിയത്ത് അംഗീകരിക്കാം, ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അനുശാസിക്കാം എന്ന് നിങ്ങൾ അവരോട് അല്ലാഹുവിനോട് കരാറ് ചെയ്തിട്ടുണ്ട്. ഖുർആൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കരാറിനെ സൂറത്തുൽ അറാഫിലൂടെ വളരെ കൃത്യമായി വിശദീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല وَإِذَا أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ مِنْ ظُهُورِهِمْ ذُرِّيَّتَهُمْ وَأَشْهَدَهُمْ عَلَى أَنفُسِهِمْ أَلَسْتُ بِرَبِّكُمْ قَالُوا بَلَى قالوا شهدنا أن تقولوا يوم القيامة إنا كنا عن هذا غافلين وإذا أخذ ربك من بني آدم من ظهورهم ذريتهم അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യ സമൂഹത്തിന്റെ ആത്മാവുകളെ ഒരുമിച്ച് കൂട്ടിയ സന്ദർഭം, വഅശ്ഹദഹും അലാ അൻഫുസിഹിം, എന്നിട്ട് ഓരോ മനുഷ്യരുടെയും മേൽ അവൻ തന്നെ ആ മനുഷ്യരെ സാക്ഷിയാക്കിയ സന്ദർഭം. അലസ്തു ബിറബ്ബിക്കും, അല്ലാഹു ചോദിച്ചു, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ? രക്ഷിതാവ് യജമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമ യജമാനൻ, ഈ സങ്കല്പം ദുനിയാവിൽ തന്നെ ഉണ്ട്. അടിമ യജമാനന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കണം. അടിമയ്ക്ക് സ്വന്തമായി സ്വത്തവകാശമില്ല, അത് യജമാനന്റെ സ്വത്താണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ യജമാനൻ അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളുടെ മുന്നിൽ എല്ലാത്തിനെയും അടിയറവ് വെക്കേണ്ടുന്നവനാണ് ദാസന്മാരായ മനുഷ്യർ. ഈ ഒരു കാര്യമാണ് അല്ലാഹു ചോദിക്കുന്നത്. അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ, ഞാൻ നിങ്ങളുടെ യജമാനനല്ലേ? ഖാലൂ ബലാ, എല്ലാ മനുഷ്യരും അവിടെ വെച്ചൊരു പ്രഖ്യാപനം നടത്തി. ബലാതെ, നീ തന്നെയാണ് ഞങ്ങളുടെ യജമാനൻ, നീ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളെല്ലാം നിന്റെ അടിമകളാണ്, നിന്റെ നിർദ്ദേശങ്ങളുടെ മുന്നിൽ എല്ലാം അടിയറവ് വെക്കേണ്ടുന്നവരാണ് നമ്മൾ. യഥാർത്ഥത്തിൽ സമർപ്പണം, അടിയറവ് വെക്കുന്നതിന്റെ പേരാ ഇസ്ലാം. അള്ളാഹുവിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കണം. അത് യുക്തിക്ക് നിരക്കുന്നതാണെങ്കിലും ബുദ്ധിക്ക് നിരക്കാത്തതാണ് എങ്കിലും എല്ലാത്തിനെയും അനുസരിക്കണം.
മനുഷ്യരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾ തന്നെ സാക്ഷികളാണ്. അല്ലാഹുവേ, നീയാണ് ഞങ്ങളുടെ യജമാനൻ, നീയാണ് ഞങ്ങളുടെ പരിപാലകൻ, നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളെല്ലാം നിന്റെ അടിമകളാണ്. എന്തിനു വേണ്ടിയായി ഇങ്ങനെ ഒരു കരാറിനെ അല്ലാഹു ആദ്യം തന്നെ ചെയ്യിച്ചത്? നാളെ ഖിയാമത്തിന്റെ ദിനത്തിൽ ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യദിനം വരെ വരുന്ന മനുഷ്യ സഞ്ചയം ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ, ഞങ്ങൾ ഇതിൽ നിന്ന് അശ്രദ്ധരായിരുന്നു എന്ന് പറയാതിരിക്കാൻ വേണ്ടി ഈ കരാറിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി അല്ലാഹു ദുനിയാവിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചയച്ചു, വേദഗ്രന്ഥങ്ങളെ അവതരിപ്പിച്ചു. വിശുദ്ധ ഖുർആനിലൂടെ ആ കരാറിനെ അല്ലാഹു കൃത്യമായി മാനവ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് നമ്മുടെ ബാധ്യതയാണ് അല്ലാഹുവിന്റെ അടിമകളായി ജീവിക്കുക, അവന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ശരിയായി മുസ്ലിമീങ്ങളാകുക. ഖുർആൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഔഫു ബിഅഹ്ദി ഊഫി ബിഅഹ്ദികും വഇയ്യായ ഫർഹബൂൻ. വഔഫു ബിഅഹ്ദി, എന്നോടുള്ള കരാറുകൾ നിങ്ങൾ പൂർത്തീകരിക്കണം. അല്ലാഹുവിനോടുള്ള കരാർ എന്താണ്? ഹൃദയത്തിൽ അല്ലാഹുവിന്റെ ഏകത്വം സ്ഥാപിക്കണം, ജീവിതത്തിൽ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. നിങ്ങളോടുള്ള കരാറും ഞാൻ പൂർത്തീകരിക്കാം. എന്താണ് നമ്മളോട് കരാറ്? അല്ലാഹ് നമ്മളിൽ തൃപ്തനാകും, നമ്മളെ അല്ലാഹ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഒരിക്കലും നമ്മൾ നമ്മുടെ ഇച്ഛകൾ അതിനെ പ്രോത്സാഹിപ്പിച്ച് വളർത്തി തിന്മയിലേക്ക് നയിക്കുന്നത് പിശാചാണ്. എപ്പോഴും മനുഷ്യന്റെ ഹൃദയത്തിൽ തിന്മയോട്, പാപങ്ങളോട് പ്രത്യേകമായ രസവും അനുഭൂതിയും ഉണ്ടാക്കുന്നത് പിശാചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുകയാണ്, ഒരിക്കലും നിങ്ങൾ പിശാചിനെ അനുസരിക്കരുത്. ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين. അലം അഅഹദ് ഇലൈക്കും, ഞാൻ നിങ്ങളോട് കരാർ ചെയ്തില്ലയോ? യാ ബനി ആദം, അല്ലയോ മനുഷ്യ സമൂഹമേ, അല്ലാ തഅ്ബുദു ശൈത്താൻ, നിങ്ങൾ ഒരിക്കലും പിശാചിനെ വഴിപ്പെടരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, തീർച്ചയായും പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം, ഇസ്ലാമിനെതിരായ കാര്യങ്ങൾ പ്രവർത്തിക്കരുത് എന്ന് അല്ലാഹുവിനോട് നമ്മൾ കരാർ ചെയ്തിരിക്കുകയാണ്. ആ കരാറുകളെ കൃത്യമായി പാലിക്കണം. അതുകൊണ്ടാണ് നേർച്ചയ്ക്ക് ഇസ്ലാം വലിയ സ്ഥാനം നൽകുന്നത്. അല്ലാഹു സ്വർഗവാസികളുടെ അടയാളം പറയുന്നിടത്ത് യൂഫൂന ബിൻ നദർ, അല്ലാഹുവിനോട് ചെയ്ത നേർച്ചകൾ അവർ പാലിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, മൻ നദറ ഫലിയുതിഉഹു, ആരെങ്കിലും അല്ലാഹു എന്തെങ്കിലും പ്രവർത്തിക്കാമെന്ന നേർച്ച ചെയ്യുന്നു എങ്കിൽ അവൻ പ്രവർത്തിച്ചു കൊള്ളട്ടെ. വമൻ നദറ അൻ യഅസി അല്ലാഹ് ഫലാ യുഅസി, ആരെങ്കിലും ഒരാൾ നേർച്ച ചെയ്തു അല്ലാഹു എതിർ പ്രവർത്തിക്കാതെ, ഞാൻ കള്ളുകുടിക്കാൻ നേർച്ച ചെയ്തു, ഒരിക്കലും ആ നേർച്ച നിങ്ങൾ അനുസരിക്കരുത്. നിങ്ങൾ ഒരിക്കലും പാപകരമായ കാര്യങ്ങൾ നേർച്ച ചെയ്യരുത്, ആ നേർച്ചയെ നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യരുത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നിർദ്ദേശിക്കുകയാണ്. അല്ലാഹുവിനോടുള്ള എല്ലാ കരാറുകളും കൃത്യമായി പാലിക്കണം. സമ്പത്ത് ചെലവഴിക്കുക അല്ലാഹുവിനോട് നമ്മൾ ചെയ്തിരിക്കുന്ന കരാറാണ്. ഖുർആൻ ശരീഫിൽ അല്ലാഹു പറയുന്നുണ്ട്, വമിൻഹും മൻ ആഹദ അല്ലാഹു അലൈഹി ലഇൻ ആതാനാ മിൻ ഫളിഹി ലനസ്സദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ. فلما آتاهم الله من فضله بخلوا به وتولوا وهم معرضون
فأعقبهم نفاقا إلى يوم يلقونه بما أخلفوا الله ما وعدوه وبما كانوا يكذبون. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സമ്പത്ത് അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തിനോട് എന്ത് സമീപനമാണ് നടത്തേണ്ടുന്നത്? അല്ലാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കണം. അതിന്റെ നിർബന്ധമായ ബാധ്യത സക്കാത്ത് കൃത്യമായി കൊടുത്തു വീടണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് തഅലബത്ത് ബിൻ ഹാത്തിബ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആദ്യം മുസ്ലിമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്ന് തന്റെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ആവലാതിയായി ബോധിപ്പിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, കുറഞ്ഞ സമ്പത്ത് അതിൽ അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നു എങ്കിൽ കൂടിയ സമ്പത്ത് പടച്ചവനോട് നന്ദികേട് കാണിക്കുന്നതിനേക്കാൾ അതാണ് ശ്രേഷ്ഠമായത്. അൻസാരിയായ തഅലബത്ത് ബിൻ ഹാത്തിബ് അല്ലാഹുവിന്റെ പ്രവാചകനോട് ശാഠ്യം കാണിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആയിരക്കണം. സമ്പത്ത് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാല് ആ സമ്പത്തിന്റെ സക്കാത്ത് ഞാൻ കൊടുത്തു വിടും. ആ സമ്പത്തിന്റെ അവകാശികൾക്കുള്ള അവകാശങ്ങൾ കൃത്യമായി ഞാൻ കൊടുത്തു വിടും. അഗതികളെ സഹായിക്കും, അനാഥരെ സഹായിക്കും. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ആ സമ്പത്തിനെ ഞാൻ വിനിയോഗിക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തഅലബക്ക് ഒരു ആടിനെ നൽകി. ആ ആട് പ്രസവിച്ചു. വലിയ ആട്ടിൻ പറ്റങ്ങൾ മലഞ്ചെരുവിൽ ഒരുമിച്ച് കൂടുന്ന സമ്പത്ത് ധാരാളമായി വന്ന് കുവിഞ്ഞുകൂടി. പടിപടിയായി തഅലബക്ക് ദീൻ നഷ്ടപ്പെടുകയാണ്. സുബഹിന്റെ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു. പിന്നീട് മഗ്‌രിബിന്റെ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു. പിന്നെ ഇശാന്റെ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു. ളുഹറും അസ്റും മാത്രം ജമാഅത്തായി നമസ്കരിക്കുന്ന അവസ്ഥ. ഏതാനും ദിവസം കഴിഞ്ഞപ്പോ ളുഹറിന്റെ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു. ഏതാനും ദിവസം കഴിഞ്ഞപ്പോ അസ്റിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു. 5 നേരത്തെ നമസ്കാരം ഉപേക്ഷിച്ച് ജുമുഅയ്ക്ക് മാത്രം വരുന്ന അവസ്ഥ. പടിപടിയായി സമ്പത്ത് വർദ്ധിച്ചപ്പോ ജുമുഅയ്ക്ക് വരാൻ സമയമില്ല, ഖുത്ബ കേൾക്കാൻ സമയമില്ല, നമസ്കരിക്കാൻ സമയമില്ല. ജുമുഅയും ഉപേക്ഷിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഏതാനും സഹാബിമാരെ സഅലബയുടെ അടുക്കലേക്കും ബനൂ സുലൈം ഗോത്രത്തിൽപ്പെട്ട മറ്റൊരു സമ്പന്നന്റെ അടുക്കലേക്കും സക്കാത്ത് പിരിക്കാൻ വേണ്ടി അയച്ചു. അവര് സമ്പത്തിന്റെ സക്കാത്ത് കൊടുത്തു വിടാൻ തയ്യാറായില്ല. തഅലബ് പറഞ്ഞു, എന്റെ സാമർത്ഥ്യം കൊണ്ട് ഞാൻ ഇത്രയും വലിയ സമ്പന്നനായിരുന്നു, അല്ലാതെ ഈ ആട്ടിൻ പറ്റങ്ങൾ നിങ്ങൾ ആരും നൽകിയതല്ല. എന്റെ സാമർത്ഥ്യവും മിടുക്കും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വലിയ സമ്പന്നനായതാണ്, അതുകൊണ്ട് സക്കാത്ത് നൽകി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് സക്കാത്ത് കൊടുക്കാൻ തയ്യാറായില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നപ്പോൾ സക്കാത്തുമായി വന്നു. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സക്കാത്ത് കൊടുക്കാൻ നിങ്ങൾ തയ്യാറായില്ല, സക്കാത്ത് ഞാൻ സ്വീകരിക്കില്ല. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഈ തഅലബ് മുനാഫിഖായി മരണപ്പെട്ടു പോയി എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെടുന്നത്. ഇതൊരു തഅലബയുടെ കഥയാണ് എങ്കിലും ഖുർആനിൽ മുഴുവൻ മുഅ്മിനീങ്ങളോടും അല്ലാഹു പറയുന്നു, വമിൻഹും മൻ ആഹദല്ലാഹ്, അവരിൽ ഒരു ചിലർ അല്ലാഹുവിനോട് കരാർ ചെയ്യുകയാണ്, അല്ലാഹു അവന്റെ ഔദാര്യം ഞങ്ങൾക്ക് നൽകുകയാണ് എങ്കിൽ, ഞങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യും, ഞങ്ങൾ സമ്പത്തിനെ നല്ല വഴിയിൽ ചെലവഴിക്കും. വലനകൂനന്ന മിനസ് സാലിഹീൻ, തീർച്ചയായും ഞങ്ങൾ അല്ലാഹുവിന്റെ സദ്വൃത്തരായ ദാസന്മാരിൽ ഉൾപ്പെടുകയും ചെയ്യും. ഫലമ്മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, മനുഷ്യർ ആഗ്രഹിച്ചതുപോലെ അല്ലാഹു അവന്റെ ഔദാര്യം അവർക്ക് നൽകിയപ്പോൾ, സാമ്പത്തികമായ വികാസവും പുരോഗതിയും ഉണ്ടായപ്പോൾ, ബഖിലൂ ബിഹി, ആ സമ്പത്ത് കൊടുത്ത് ചിലവഴിക്കുന്നതിന് പകരം അതിൽ അവരിൽ ഒത്തുകാട്ടുകയാണ്. വതവല്ലൗ വഹും മുഅ്രിദൂൻ, പാപങ്ങളായ ആൾക്കാരെ അവഗണിച്ചുകൊണ്ട് അവർ അതിൽ നിന്ന് തിരിഞ്ഞു കളയുകയാണ്. അവകാശികൾക്ക് ആ സമ്പത്ത് കൊടുത്തു വിടുന്നില്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ ആ സമ്പത്ത് ചെലവഴിക്കുന്നില്ല.
അള്ളാഹു പറയാ ഇതിന്റെ തിക്തഫലം എപ്പോഴേ അനുഭവിക്കുന്നത്. فَعَاقَبَهُمْ نِفَاقًا إِلَى يَوْمِ يَلْقَوْنَهُ. നമ്മളെല്ലാവരും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് സത്യസന്ധന്മാരായ മുഅ്മിനീങ്ങളായിട്ടാണ്. എന്നാൽ അള്ളാഹു സമ്പത്ത് നൽകിയിട്ട് ആ സമ്പത്തിനെ ശരിയായ മാർഗത്തിൽ വിനിമയം ചെയ്യാത്തവർക്ക് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിനത്തിൽ നൽകുന്ന ആദ്യത്തെ ശിക്ഷ കാപട്യമാണ്. അവരൊരിക്കലും സത്യസന്ധന്മാരായ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലായിരിക്കില്ല, കപട വിശ്വാസികളുടെ കൂട്ടത്തിലായിരിക്കും. فَعَاقَبَهُمْ نِفَاقًا إِلَى يَوْمِ يَلْقَوْنَهُ. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം അവര് സമ്പത്തിനെ നല്ല മാർഗത്തിൽ ചിലവഴിക്കാത്തതിന്റെ അനന്തഫലമായി, കാപട്യമായിരിക്കും അവർക്ക് അനന്തര ഫലമായി നൽകുന്നത്. അവര് നാളെ മഹ്ശറിൽ മുനാഫിഖീങ്ങൾ, കപട വിശ്വാസികളുടെ കൂട്ടത്തിലായിരിക്കും. ബിമാ അഖ്ലഫുല്ലാഹ മാ വഅദൂഹു. അള്ളാഹുവിനോട് അവര് ചെയ്ത കരാറുകളെ ലംഘിച്ചതിന്റെ പേരിൽ അവര് കള്ളം പ്രവർത്തിച്ചതിന്റെ പേരിൽ, കള്ളം പറഞ്ഞതിന്റെ പേരിൽ. അതുകൊണ്ട് വാഗ്ദാനം ചെയ്തിട്ട് ലംഘിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. സമ്പന്നരായ ആൾക്കാർ യഥാർത്ഥത്തിൽ ഖുർആനിലൂടെ അള്ളാഹു അറിയിക്കുക, നമ്മൾ അള്ളാഹിന്റെ അടിമകളാ, അള്ളാഹ് യജമാനാ, അവനാ നമുക്ക് സമ്പത്ത് നൽകിയിരിക്കുന്നത്. ആ സമ്പത്ത് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ ശരീരത്തിന്റെ വികാസത്തിന്, നമ്മുടെ ഭാര്യ മക്കളുടെ വികാസത്തിന് മാത്രം ചെലവഴിക്കാനുള്ളതല്ല. അള്ളാഹ് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ആ സമ്പത്തിനെ ചെലവഴിച്ചുകൊണ്ടേയിരിക്കണം. ആ സമ്പത്തിൽ വർധനവുണ്ടാവും, ആ സമ്പത്തിൽ ബറക്കത്തുണ്ടാകും. നാളെ സാദിഖീങ്ങളുടെ കൂട്ടത്തിലായിരിക്കും. അള്ളാഹുവിനോടുള്ള എല്ലാ കരാറുകളും പൂർത്തീകരിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മിനൽ മുഅ്മിനീന സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا ليجزي الله الصادقين بصدقهم ويعذب المنافقين إن شاء أو يتوب عليهم وكان الله غفورا رحيما. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ എല്ലാം സമർപ്പിക്കാൻ തയ്യാറാകണം. ജീവൻ സമർപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് തയ്യാറാകണം. സമ്പത്ത് സമർപ്പിക്കേണ്ടി വന്നാൽ അതിന് തയ്യാറാകണം. ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം ഒരു സഹാബിയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിം സമുദായത്തിന് ഈ നിർദ്ദേശം ബാധകം. അനസ് ബിൻ നബർ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തു. അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ പുരോഗതിക്ക് വേണ്ടി ഇനി ഒരു ധർമ്മസമരം നടക്കുകയാണെങ്കിൽ തീർച്ചയായി ഞാൻ എന്നെ അതിനുവേണ്ടി സമർപ്പിക്കും. അപ്പോഴാണ് ഉഹുദിന്റെ രണാങ്കണത്തിലുള്ള ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ അനസ് ബിൻ നബർ പുറപ്പെട്ടു റളിയല്ലാഹു അൻഹു. മുസ്ലിമീങ്ങൾക്ക് ആദ്യം വിജയം കിട്ടി, പിന്നീട് പരാജയം സംഭവിച്ചു. ആ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾ പിന്തിരിഞ്ഞോടാൻ വേണ്ടി തുടങ്ങി. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അനസ് ബിൻ നബർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് ഇവർ പിന്തിരിഞ്ഞോടുന്നത്? ഉഹദിന്റെ പർവ്വതത്തിന്റെ ഭാഗത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം ഞാൻ ആസ്വദിക്കുകയാണ്. ശത്രുക്കളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുകയും അദ്ദേഹം രക്തസാക്ഷിയാകുകയും ചെയ്യും. 80ഓളം മുറിവുകൾ ശത്രുക്കളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശരീരം ഏറ്റുവാങ്ങി. അദ്ദേഹത്തിന്റെ ജനാസ വികലമായി പോയി. ആരാണ് അനസ് ബിൻ നബർ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അനസ് ബിൻ നബറാണ് എന്ന് അദ്ദേഹത്തിന്റെ സഹോദരിയാണ് വിരലിന്റെ അടയാളത്തിലൂടെ മനസ്സിലാക്കിയെടുത്തത്. ഈ പിച്ച് ചീന്തപ്പെട്ടിരിക്കുന്ന ജനാസ എന്റെ സഹോദരനായ അനസ് ബിൻ നബറിന്റെ. ഇതിനെക്കുറിച്ച് ഖുർആൻ ശരീഫിൽ ആയത്തിറങ്ങിയത്. അല്ലാഹു പറയാ, മിനൽ മുഅ്മിനീന റിജാലുൻ, മുഅ്മിനീങ്ങളിൽ കുറെ ആണുങ്ങളുണ്ട്. സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി,
അള്ളാഹുവിനോട് ചെയ്ത കരാറുകളെ സത്യമായി പാലിച്ചവരാണ്, പൂർത്തീകരിച്ചവരാണ്. അള്ളാഹുവിനോട് ചെയ്ത പ്രതിജ്ഞയെ ഒരു ചിലർ പൂർത്തീകരിച്ചു. മറ്റ് ചിലർ അള്ളാഹുവിനോട് ചെയ്ത പ്രതിജ്ഞയെ പൂർത്തീകരിക്കാൻ കാത്തിരിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ഇസ്ലാമിനു വേണ്ടി, ദീനിനു വേണ്ടി, ധർമ്മത്തിന്റെ, സത്യത്തിന്റെ, നീതിയുടെ മാർഗത്തിൽ ജീവൻ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനും തയ്യാറാകണമെന്നാണ് പറയുന്നത്. ومنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا. അവൻ ദീനിൽ ലവലേശം മാറ്റത്തിരുത്തലുകൾ വരുത്തിയില്ല. ലിയജ്സിയല്ലാഹു സാദിഖീന ബിസിദ്ഖിഹിം. അല്ലാഹു നാളെ മഹ്ശറിൽ സത്യസന്ധന്മാർക്ക് സത്യസന്ധതയുടെ പ്രതിഫലം നൽകാൻ വേണ്ടി. യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയം ഇസ്ലാമിന് വേണ്ടി സന്നദ്ധമായിരിക്കണം. നമ്മളെല്ലാം അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹു നമ്മുടെ യജമാനനാണ്. അള്ളാഹുവിന്റെ എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ പാലിക്കണം. അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളും ദീനും ധർമ്മവും നീതിയും ലോകത്ത് നിലനിൽക്കുന്നതിന് നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ജീവനും സമർപ്പിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ അതിനും നമ്മൾ തയ്യാറാക്കണം. ഒന്ന് അള്ളാഹുവിനോടുള്ള കരാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപങ്ങൾ പ്രവർത്തിക്കരുത്, ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. ഇനി സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കരാറുകളുണ്ട്. ആ കരാറുകൾ കൃത്യമായി പാലിക്കണം. നമ്മൾ കരാറ് എന്ന് കേൾക്കുമ്പോൾ ഒരാളോട് നമ്മൾ 100 രൂപ നിനക്ക് തരാമെന്ന് പറഞ്ഞു, അത് കൊടുത്തുവിടൽ ആ കരാറെന്നാ മനസ്സിലാക്കി. ഇസ്ലാമിന്റെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ കരാറാണ്. കച്ചവടം ഒരു കരാറാണ്. അതിലൊരിക്കലും കാപട്യം പാടില്ല, ഒരിക്കലും കബളിപ്പിക്കൽ പാടില്ല. വിവാഹം ഒരു കരാറാണ്. ഖുർആനിൽ അല്ലാഹു പറയുന്നത് തന്നെ وَإِنْ أَرَدْتُمْ اسْتِبْدَالَ زَوْجٍ مَكَانَ زَوْجٍ وَآتَيْتُمْ إِحْدَاهُنَّ قِنْطَارًا فَلَا تَأْخُذُوا مِنْهُ شَيْئًا أَتَأْخُذُونَهُ بُهْتَانًا وَإِثْمًا مُبِينًا أتأخذونه وقد أفضى بعضكم إلى بعض وأخذن منكم ميثاقا غليظا وإن أردتم استبدال زوج. നിങ്ങൾ രണ്ടാമതൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ ഭാര്യയ്ക്ക് ഒരു കൂമ്പാരം വിവാഹ മൂല്യമായി മഹറായി നൽകിയാലും ആദ്യ ഭാര്യയ്ക്ക് നിങ്ങൾ നൽകിയ സമ്പത്തൊന്നും കൈപ്പറ്റാൻ പാടില്ല. ആദ്യത്തെ ഭാര്യയ്ക്ക് കൊടുത്ത ആ സമ്പത്തിനെ നിങ്ങൾ അപരാധമായി, അന്യായമായി കൈയടക്കം ചെയ്യാൻ ആഗ്രഹിക്കുകയാണോ, കയ്യേറ്റം ചെയ്യാൻ ആഗ്രഹിക്കുകയാണോ? നിങ്ങൾ ആ ഭാര്യയ്ക്ക് കൊടുത്ത സമ്പത്തിനെ വാങ്ങുകയാണോ? പരസ്പരം നിങ്ങൾ ചേർന്ന് ശാരീരികമായ വികാര വിചാരങ്ങളെ പരസ്പരം പങ്കുവെച്ചവരല്ലയോ? മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിക്കാം, പക്ഷെ ആദ്യ ഭാര്യ കൊടുത്തതൊന്നും മടക്കി വാങ്ങാൻ പറ്റില്ല. എന്നിട്ട് അല്ലാഹു പറയാ ആ നിങ്ങളുടെ വിവാഹത്തിലുള്ള ഭാര്യമാര് നിങ്ങളിൽ നിന്ന് നല്ല കെട്ടുറപ്പുള്ള കരാറാണ് വാങ്ങിയിരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ പിതാവ് അല്ലെങ്കിൽ രക്ഷകർത്താവിന്റെ കയ്യിൽ നമ്മൾ പിടിച്ച് ചെയ്തിരിക്കുന്ന വിവാഹത്തിന്റെ കരാർ നല്ല രീതിയിൽ നോക്കാം. അങ്ങനെ പറയുന്നത് നല്ല നിലയിൽ മരിക്കുന്നത് വരെ എന്റെ ഈ ഭാര്യ ഞാൻ പോറ്റാം, അല്ലെങ്കിൽ നല്ല നിലയിൽ ഒരു കുഴപ്പവും ഇല്ലാതെ നിങ്ങൾക്ക് മടക്കി ഏൽപ്പിക്കാന്ന് പറയും. ഇതൊരു കരാറായി. ഈ കരാറിനെ കൃത്യമായി നിറവേറ്റും. എല്ലാവരോടും ചെയ്ത കരാറുകൾ നമ്മൾ പൂർത്തീകരിക്കണം. കരാർ ലംഘനം എന്നത് മുനാഫിഖിന്റെ അടയാളമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, ആയത്തുൽ മുനാഫിഖി സലാസുൻ ഇദാ ഹദ്ദസ കദബ വഇദാ വഅദ അഖലഫ വഇദാ തുമിന ഖാൻ. കപട വിശ്വാസിക്ക് 3 അടയാളമുണ്ട്. സംസാരിച്ച കളവ് പറയും,
വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. വിശ്വസിച്ചൊരു കാര്യം ആരെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ ഖിയാനത്ത്, വഞ്ചന കാണും. ബുഖാരി ശരീഫിന്റെ റിവായത്താണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഖുദ്സിയായ ഹദീസ്, അല്ലാഹ് പറയാണ്, അന ഖസ്മുഹും യൗമൽ ഖിയാമ തലാഫത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ. മൂന്ന് കൂട്ടരോട് നാളെ മഹ്ശറിൽ വെച്ച് ഞാൻ തർക്കിക്കും, അവരെ പരാജയപ്പെടും. ഒന്ന്, മൻ ഉഅതിയ ബി സുമ്മ ഖദ. ആരെങ്കിലും എന്റെ വിഷയത്തിൽ ഒരു കരാർ കൊടുത്തു, അള്ളാഹുവിനെ മുൻനിർത്തി നിനക്ക് ഇന്നത് നൽകാം, അല്ലെങ്കിൽ ഇന്നത് ഞാൻ നിനക്ക് വാഗ്ദാനം ചെയ്യും. സുമ്മ ഖദറ, പിന്നീട് ആ കരാറ് പാലിക്കാതെ അതിൽ വഞ്ചന കാണിച്ചു. രണ്ടാമത്, വമൻ ബാഅ ഹുർറൻ വഅകല സമനഹു. ഒരാൾ സ്വതന്ത്രനായ ഒരു മനുഷ്യനെ അടിമയാക്കി വിറ്റു. മനുഷ്യക്കടത്ത് എന്ന് പറയും, ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരാചാരം. അന്ന് കാക്കുമാറില്ല, പൈസ കിട്ടാൻ വേണ്ടി ഏവന്റെ കിട്ടിയെടുക്കാനും തയ്യാറാ, കരൾ പറിക്കാനും തയ്യാറാ, ആളെ തട്ടിക്കൊണ്ടുപോകാനും തയ്യാറാ. അങ്ങനത്തെ ഒരു കാര്യം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സ്വതന്ത്രനായ ആളെ വിൽപ്പന നടത്തുക, അതിലൂടെ സമ്പത്ത് ഉണ്ടാക്കുക, അത് കഴിക്കുക. മൂന്നാമതായി, വറജുലുൻ ഇസ്തഅജറ അജീറൻ. ഒരാളെ കൂലിക്ക് വേണ്ടി വിളിച്ചു, കടയിൽ അല്ലെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ പുരയിടത്തിൽ. ഫസ്തൗഫാ മിൻഹു അജ്റഹു, അയാളിൽ നിന്ന് പൂർണ്ണമായി പണിയെടുപ്പിച്ചു. വലം യൂഫി അജ്റഹു, അയാളുടെ കൂലിയെ പൂർത്തിയാക്കി കൊടുത്തു. ഇപ്പം കുറച്ച് പൈസയുള്ള, ബാക്കി പിന്നീട് തരാം. ഇങ്ങനെ ഒരിക്കലും നമ്മുടെ കൂലിക്കാരോട്, തൊഴിലാളികളോട് പറയരുത്. അത് കച്ചവട സ്ഥാപനങ്ങളിൽ നമ്മുടെ കീഴിൽ നിൽക്കുന്ന തൊഴിലാളിയാണെങ്കിലും ശരി, നമ്മുടെ വീട്ടിൽ പണിയെടുക്കുന്ന വേലക്കാരനാണെങ്കിലും ശരി, നമ്മുടെ പുരയിടത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളിയാണെങ്കിലും ശരി, നമുക്ക് ചുമന്നുകൊണ്ട് തരുന്ന തൊഴിലാളിയാണെങ്കിലും ശരി, അയാൾക്ക് കൊടുക്കേണ്ടുന്ന കൂലി പൂർത്തിയാക്കി കൊടുക്കണം. ഇത് ഇസ്ലാമിന്റെ നിർദ്ദേശം. അപ്പൊ കരാറ് പാലിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇബ്രാഹിം കരാറ് പൂർത്തീകരിക്കുന്നയാളായിരുന്നു. വേദഗ്രന്ഥത്തിൽ ഇസ്മായിലിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. അദ്ദേഹം വാഗ്ദാനത്തിൽ സത്യസന്ധത പാലിക്കുന്നയാളായിരുന്നു. അള്ളാഹുവിന്റെ ഒരു പ്രവാചകനുമായിരുന്നു ഇസ്മായിൽ അലൈഹിസ്സലാം. അള്ളാഹുവിനോടുള്ള കരാറ്, സൃഷ്ടികളോടുള്ള കരാറ്, ആ കരാറുകൾ കൃത്യമായി പാലിക്കുന്ന ഗുണം നമ്മളിൽ ഉണ്ടാകും. മുസ്ലിമീങ്ങൾ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ഭൂരിപക്ഷം വരുന്ന സുസജ്ജരായ ശത്രുക്കൾക്കെതിരിൽ വിജയം നേടുന്നതിനുള്ള കാരണമായി പറയപ്പെട്ടത് അതിൽ ഒരു കാര്യം, അവർ കരാറ് പൂർത്തീകരിക്കുന്നവരെ. 6-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തെ അധിനിവേശ ശക്തിയായിരുന്നു റോമും പേർഷ്യയും. റോമിൽ ഹെർക്കലി എന്ന് പറയുന്ന റോമിന്റെ ചക്രവർത്തിയുടെ സൈന്യം പരാജയപ്പെട്ട് അന്താക്കിയ എന്ന് പറയുന്ന പ്രവിശ്യയിലെത്തിയപ്പോ റോമിന്റെ ചക്രവർത്തിയായ ഹെർക്കല് ചോദിച്ചു, നിങ്ങൾ ഈ നേരിടുന്ന സമൂഹം നിങ്ങളെപ്പോലത്തെ മനുഷ്യരല്ലേ? അഖ്ബിറൂനി അൻ ഹൗലായി ഖൗമ അല്ലദീന യുഖാതിലൂനകും അലൈസു ബശറൻ മിസ്ലകും. നിങ്ങൾ ഈ ഏറ്റുമുട്ടുന്ന മുസ്ലിം സമൂഹം നിങ്ങളെപ്പോലത്തെ മനുഷ്യരല്ലേ? അവര് പറഞ്ഞു, ബലാതെ മനുഷ്യർ തന്നെയാണ്. ഹിർക്കലിന്റെ അടുത്ത ചോദ്യം, ഹും അക്സറു അം അൻതും അക്സറു. നിങ്ങളാണോ എണ്ണത്തിൽ ഭൂരിപക്ഷം, അതോ ശത്രുക്കളാണോ എണ്ണത്തിൽ ഭൂരിപക്ഷം? ഹിർക്കലിന്റെ സൈന്യം പറഞ്ഞു, നഹ്നു അക്സറു ദഅഫൻ ഫീ കുല്ലി മവാത്തിൻ. ശത്രുക്കളോട് ഏറ്റുമുട്ടിയ മുഴുവൻ മൈതാനികളിലും ശത്രുക്കളെക്കാൾ നാം എത്രയോ ഭൂരിപക്ഷമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ന്യൂനപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തിനെതിരിൽ ഭൂരിപക്ഷം വരുന്ന സുസജ്ജരായ നിങ്ങൾ പരാജയപ്പെടുന്നത്? ഹിർക്കലിന്റെ സൈന്യത്തിലുള്ള പ്രായം ചെന്ന ഒരു അനുഭവ സമ്പന്നൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമായിരുന്നിട്ടും സുസജ്ജരല്ലായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം വരുന്ന സുസജ്ജരായ സാമ്രാജ്യത്തെ അധിനിവേശ ശക്തികളുടെ മേലാളന്മാരായ ഞങ്ങൾക്കെതിരിൽ വിജയം നേടുന്നത്? من أجل أنهم يقومون الليل ويصومون النهار ويوفون بالعهد ويأمرون بالمعروف وينهون عن المنكر ويتناصفون بينهم.
മുഅ്മിനീങ്ങൾ എണ്ണത്തിൽ ന്യൂനപക്ഷമാണെങ്കിലും രാത്രിയെല്ലാം അല്ലാഹുവിന്റെ മുന്നിൽ അവർ തഹജ്ജുദ് നമസ്കരിക്കുന്നവരാണ്, പകലെല്ലാം വ്രതമനുഷ്ഠിക്കുന്നവരാണ്. മൂന്നാമതായി പറഞ്ഞത് വയൂഫൂന ബില്ലഹൽ, അവർ കരാറുകൾ കൃത്യമായി പാലിക്കുന്നവരാണ്. വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, അവർ മുസ്ലിമീങ്ങളുടെ ഇടയിൽ പരസ്പരം നന്മ ഉപദേശിക്കുകയും അവരിൽ എന്തെങ്കിലും തിന്മയുണ്ടായാൽ ആ തിന്മയിൽ നിന്ന് വിലക്കുന്നവരും വയതനാസഫൂന ബൈനഹും, പരസ്പരം നീതിയോടെ വർത്തിക്കുന്നവരും. നമ്മൾ പരാജയപ്പെടാനുള്ള കാരണം ഹിർക്കലിന്റെ സൈനിക പറയുന്നത് മുസ്ലിമീങ്ങളല്ല, മുസ്ലിം من أجل أننا نشرب الخمر ونزني ونركب الحرام وننقض باللحد ونأمر بالسخط وننهى عما يرضي الله ونفسد في الأرض. നമ്മൾ എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തിനെതിൽ പരാജയപ്പെടുന്നത്? നമ്മൾ കള്ളുകുടിയന്മാരാണ്, വ്യഭിചാരികളാണ്, ഹറാമായ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്, കരാറുകളെ പൊട്ടിച്ചു കളയുന്നവരാണ്, ജനങ്ങളോട് തിന്മയെ ഉപദേശിക്കുകയും നന്മയെ വിലക്കുകയും ചെയ്യുന്നവരാണ്, ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. ഇത് കേട്ടപ്പോ അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തെ അധിനിവേശ ശക്തിയായ റോമിന്റെ ചക്രവർത്തി ഹിർക്കൽ പറയുകയാണ്, സദഖ്ത, നിങ്ങൾ പറഞ്ഞതാ സത്യം. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ എപ്പോഴും വിജയിക്കുന്നത് ആയുധബലത്തിന്റെയോ അംഗബലത്തിന്റെയോ ഭൗതികമായ സംവിധാനങ്ങളുടെയോ ഏർപ്പാടുകളുടെയോ പേരിൽ, നേരെ മറിച്ച് ഇസ്ലാമിന്റെ മൂല്യങ്ങളും ഇസ്ലാമിന്റെ തത്വങ്ങളും ജീവിതത്തിൽ കൃത്യമായി പാലിക്കുമ്പോഴാണ് അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് ഔന്നത്യവും വിജയവും നൽകുന്നത്. അതുകൊണ്ട് കരാറുകൾ പൂർത്തീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൽ പറഞ്ഞ 9 ഉപദേശങ്ങളാണ് ഞാൻ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. ഖുൽ തആലൂ വഅ്തിലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون. അള്ളാഹു അങ്ങനെ തന്നെ പറയും. 5 കാര്യം ആദ്യത്തായിട്ട് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു ദാലികും വസ്സാകും, ഇത് അള്ളാഹ് നിങ്ങളോട് ഉപദേശിക്കുക. ലഅല്ലക്കും തഅഖിലൂൻ, ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കണേ. വലാ തഖറബൂ മാലൽ യതീമി ഇല്ലാ ബില്ലതീ ഹിയ അഹ്സനു ഹത്താ യബ്ലുഗ وأوفوا الكيل والميزان بالقسط وإذا قلتم فاعدلوا ولو كان ذا قربى وبعهد الله أوفوا ذلكم وصاكم به لعلكم تذكرون. ഈ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നീതി പാലിക്കണം, കരാറുകൾ പൂർത്തീകരിക്കണം. ഇതും അല്ലാഹ് നിങ്ങളോട് നൽകുന്ന വസിയത്ത്, ഉപദേശമാണ്. ഇവിടെ ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഉത്ബോധന സിദ്ധിക്കുന്നവരാണ്. ഇനി അടുത്ത ആയത്തിൽ മൊത്തത്തിൽ അല്ലാഹു പറയാം, صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون وأن هذا صراطي مستقيما. ഈ വിവരിച്ച കാര്യങ്ങൾ എന്റെ ചൊവ്വായ നിർദ്ദേശങ്ങളും രാജപാതയുമാണ്. മുസ്ലിം സമുദായമേ, നിങ്ങൾ കൃത്യമായി ഇതിനെ പാലിക്കുന്നവരാകണം. മറ്റ് ധാരാളം മാർഗങ്ങളും പ്രത്യശാസ്ത്രങ്ങളും നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കപ്പെടും. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മസ്തിഷ്കത്തെയോ ജീവിതത്തെയോ അതിലേക്ക് തിരിക്കരുത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചവരായി പോകും. ഇതും നിങ്ങളോട് ഞാൻ ചെയ്യുന്ന വസിയത്താണ്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകാൻ.
ഇത്ര നല്ല വസിയത്ത് വസ്സാക്കും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഉപദേശിക്കുക. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സൂറത്തുൽ അൻആമിന്റെ 151, 52, 53 ഈ 3 ആയത്തുകൾ എടുത്ത് വായിക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഈ 3 ആയത്തനുസരിച്ച് അമൽ ചെയ്തു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചവനാണ്. അള്ളാഹു നാളെ സത്യസന്ധനായ മുസ്ലിമായി മഹ്ശറിൽ ഹാജരാക്കും. അള്ളാഹു അവന് സ്വർഗത്തിൽ പ്രവേശനവും നൽകും. സർവശക്തനായ അള്ളാഹു കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.